ഒരുപാട് പേര് ഡെയിലി വ്ലോഗ്സ് ചെയ്തിട്ട് വ്യൂസ് ഇല്ല, അല്ലെങ്കിൽ എന്നെ ആരും സബ് ചെയ്യുന്നില്ല, എല്ലാവരും എന്നെ കാണുന്നുണ്ട് പക്ഷെ സബ് ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം നിങ്ങൾ ചാടി കയറി ഇതിൽ എങ്ങനെയാണ് ഷൂട്ട് ചെയ്യുന്നതെന്ന് കാണാൻ പോയി കഴിഞ്ഞാൽ ഞാൻ പറയുന്ന ഈ പോയിന്റ്സ് വിട്ടുപോകും. അപ്പം നിങ്ങൾ എന്തുകൊണ്ടാണ് നിങ്ങളെ എല്ലാവരും എല്ലാവരും ഒരേപോലെ സബ് ചെയ്യാത്തത്? ഇപ്പം ഡെയിലി വ്ലോഗ് ചെയ്യുന്നവർ അല്ല ഒരാൾ മറ്റൊരാളെ കോപ്പി അടിച്ച് വരുന്നത് പതിവായിട്ടുണ്ട്. അപ്പം ഒരുപാട് ഡെയിലി വ്ലോഗ്സ് ആകുമ്പം ആർക്കും ഒരു വ്യത്യാസം തോന്നില്ല. നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്ന തരത്തിൽ ആളുകളുമായിട്ട് നമ്മുടെ മുഖം കൊണ്ടും, ഇപ്പം നിങ്ങൾ എന്നെ കണ്ടിരിക്കുന്നില്ലേ, മുഖം കൊണ്ടും ഇപ്പം എൻ്റെ മുഖം നിങ്ങൾ തിരിച്ചറിയുന്നു, എൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, ഞാൻ എങ്ങനെയാണ് ക്ലാസ് എടുക്കുന്നത്, അല്ലെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെയാണ് കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് ഇപ്പം എന്നെ ഡെയിലി കാണുന്നവർക്ക് അറിയാം അല്ലേ. അങ്ങനെ നമ്മൾ അവരിൽ ഒരാളാകുക, അവരുടെ ഒരു ഫ്രണ്ട് പോലെ ആകുക, ആ രീതിയിലായിരിക്കണം. നമ്മളെ വീട്ടിലൊരാളെ പോലെ അവരെ തോന്നിപ്പിക്കുക, അങ്ങനെ ചെയ്യുക. അല്ലാതെ നിങ്ങളൊരു CCTV ക്യാമറ വെച്ചിട്ട് കുറെ ആക്ടിവിറ്റീസ് കാണിച്ചാൽ അത് ഡെയിലി വ്ലോഗ് ആവുകയില്ല. അവരെന്നെ നമ്മുടെ ദിവസവും കണ്ടു കഴിഞ്ഞ് പിന്നെ കാണുമ്പോൾ ഈ ചേച്ചി ഇന്ന് എന്താണ് ചെയ്യുന്നതെന്ന് നോക്കട്ടെ എന്ന് അവർക്ക് തോന്നിക്കുന്ന തരത്തിൽ അവരിലേക്ക് ഒരാളായി മാറിയാൽ മാത്രമേ ഈ കാലഘട്ടത്തിൽ, ഇത്രയേറെ യൂട്യൂബ് ചാനലുകളുള്ള ഈ കാലഘട്ടത്തിൽ നമുക്കിവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുള്ളൂ. നമ്മളെ അവർക്ക് സബ് ചെയ്യാനായിട്ട് തോന്നുള്ളൂ. ഇങ്ങനെ ഷൂട്ട് ചെയ്യണമെന്ന് അറിയത്തില്ല, അതെങ്ങനെയാണ് അത് പ്ലാൻ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. നിങ്ങളിൽ പലർക്കും ഒരു വ്ലോഗ് എങ്ങനെയാണ് അത് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എങ്ങനെയാ ഒന്നും അറിയില്ല. വെറുതെ ഒരു CCTV ക്യാമറ പോലെ ക്യാമറ എവിടെയെങ്കിലും ഒക്കെ ഒന്ന് വെച്ച് കുറേ ആക്ടിവിറ്റീസ് കാണിക്കുകയാണ്. പക്ഷെ അത് ഭംഗിയായിട്ട് എങ്ങനെ എടുക്കാമെന്നുള്ളത് നിങ്ങൾ പലർക്കും അറിയത്തില്ല. നമ്മൾ കാണാറുള്ള പല വ്ലോഗ്സും ഉണ്ടല്ലോ, എന്ത് രസമായിട്ട് അവർ എടുക്കുന്നതല്ലേ. ചിലപ്പോൾ ഡയലോഗ് ഇല്ലെങ്കിൽ പോലും നമുക്ക് കണ്ടിരിക്കാൻ ഇഷ്ടമായിരിക്കും. ഡയലോഗ് ഉണ്ടെങ്കിൽ അവരോട് നമുക്ക് കുറച്ചുകൂടെ ഇൻറ്റിമസി തോന്നും. അപ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അപ്പം എന്താന്ന് പറയാം, പക്ഷെ നിങ്ങളൊക്കെ എടുക്കുന്നത് എങ്ങനെയാണെന്നുള്ളത് ആദ്യമേ ഒന്ന് കാണിച്ചു തരാം. കുക്കിംഗ് വീഡിയോ ആണെങ്കിലും വളരെ ദൂരെ നിന്ന് നിങ്ങൾ ഷൂട്ട് ചെയ്യുന്നു. അതുപോലെ തന്നെ ഒരു ചായ കുടിക്കുന്ന വീഡിയോ ആണെങ്കിലും നിങ്ങൾ വളരെ പ്ലെയിൻ ആയിട്ട് ഒരു വികാരം ഇല്ലാത്ത രീതിയിൽ നമ്മളത് എടുക്കുമ്പോൾ അവർക്കൊരു ഫീല് കിട്ടില്ല കാണുന്നവർക്ക്. അതുപോലെ തന്നെ ഒരു ക്ലീനിങ് വീഡിയോ ആണെങ്കിലും നിങ്ങൾ ഒരേ ആംഗിളിൽ തന്നെ എടുക്കുമ്പോൾ മടുപ്പ് തോന്നും കാണുന്നവർക്ക്. അതായത് വളരെ പ്ലെയിൻ ആയിട്ടുള്ള കുറച്ച് ആക്ടിവിറ്റീസ് ആണ് നിങ്ങൾ കാണിക്കുന്നത്. അപ്പോൾ കണ്ടിരിക്കുന്നവർക്ക് എല്ലാവരെയും പോലെ ഒരാൾ എന്നേ തോന്നുള്ളൂ. പക്ഷെ ഇവരെ സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് തോന്നണ്ടേ? കാരണം വളരെ സിമ്പിൾ ആയിട്ടുള്ള കുറച്ച് ടെക്നിക്സ് ഒക്കെ പറഞ്ഞുതരാം. അതിന് മുന്നേ എന്തൊക്കെ നമ്മൾ ശ്രദ്ധിക്കണമെന്നുള്ളത് ഞാൻ പറയട്ടെ. ആദ്യം ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാവണം. നിങ്ങൾ രാവിലെ ഏത് പോർഷൻ, അത് രാവിലെ തന്നെ ഷൂട്ട് ചെയ്യണമെന്ന് ഇല്ല കേട്ടോ. നമ്മൾ എല്ലാം സ്ക്രിപ്റ്റഡ് ആണ്. നമ്മളൊരു സിനിമ ഉണ്ടാക്കുന്ന പോലെയാണ് ഒരു വ്ലോഗ് ഉണ്ടാക്കുന്നത്. അല്ല നിങ്ങൾ സത്യസന്ധമായിട്ട് ഒരു CCTV നടക്കുന്ന പോലെ എല്ലാ കാര്യങ്ങളും കാണിക്കണം എന്നൊന്നുമില്ല. അപ്പം നിങ്ങൾ എന്തെന്ന് വെച്ചാൽ ഡെയിലി വ്ലോഗ്, അപ്പോൾ അത് ഏത് ടൈമെന്നൊന്നുമില്ല. പക്ഷെ നിങ്ങൾക്കത് പ്രിറ്റൻഡ് ചെയ്യാം, ഇന്ന സമയമാണ് ഞാൻ ചായ കുടിച്ചതെന്ന് നിങ്ങൾക്ക് വേണേൽ പറയാം. അപ്പം നിങ്ങളെ കണ്ടിരിക്കുന്നവരെ എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ് കൂടുതലായിട്ടും അതിലേക്ക് വരുന്നത്. അപ്പോൾ പിന്നെ ഷൂട്ട് ഏറ്റവും ഫസ്റ്റ് നമ്മൾ എടുക്കണം. എന്ത് പോർഷനാണ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ക്യാമറ വെക്കണമെന്ന് ഓരോ ആംഗിളിൽ വെച്ചാൽ പോരാ. അപ്പം അതിൻ്റെ വ്യത്യാസം ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓരോ ആംഗിളിൽ വെച്ച് എടുക്കുമ്പോൾ ഉള്ള വ്യത്യാസങ്ങൾ. പിന്നെ കാണിക്കുന്നതൊക്കെ അതേപോലെ കാണിക്കാതെ കുറച്ച് സിനിമാറ്റിക് ആയിട്ട് നമുക്ക് കാണിക്കാൻ പറ്റണം. അപ്പോൾ എത്ര കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഡെയിലി വ്ലോഗിൽ എന്തൊക്കെ ഉൾപ്പെടുത്തുന്നുണ്ടെന്നുള്ളൊരു സ്ക്രിപ്റ്റ് എഴുതുക. അപ്പോൾ അത് കഴിഞ്ഞ് നിങ്ങൾക്ക് അതിനോടൊപ്പം വോയിസ് ഓവർ മസ്റ്റായിട്ട് നിങ്ങൾ കൊടുക്കുക. വോയിസ് ഓവർ കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ വോയിസിൽ നിങ്ങൾ എപ്പോഴും ഒരേ കാര്യങ്ങൾ തന്നെ ഇൻക്ലൂഡ് ചെയ്യാതെ, അതായത് ഞാൻ എഴുന്നേറ്റു, ഞാൻ ചായ കുടിച്ചു, ഞാൻ ഫുഡ് കഴിച്ചു, ഇങ്ങനെ പറയാതെ നിങ്ങൾക്ക് വേണം നിങ്ങളുടെ ഒരു കഥ അതിലേക്ക് ഉൾപ്പെടുത്താം. അതായത് കാഴ്ച കൊണ്ട് ആൾക്കാരെ വീഴ്ത്തുന്നതിനോടൊപ്പം തന്നെ, അതായത് കാഴ്ച എന്ന് പറയുമ്പോൾ നമ്മുടെ വീഡിയോ ക്ലിപ്സ് ആണ്. അതായത് 1 മിനിറ്റ് വീഡിയോയിൽ 1 സെക്കൻഡിൽ എത്ര ക്ലിപ്സ് നമുക്ക് ആ ഒരു ഓരോ സെക്കൻഡുകളിൽ ഉൾപ്പെടുത്താവോ അങ്ങനെ ചെയ്യുക. അതായത് ഒരു 2 സെക്കൻഡ് പോലും നീണ്ടു പോകാതെ ടക്ക് ടക്ക് ടക്കെന്ന് നമ്മുടെ ഓരോ ക്ലിപ്സ് നീങ്ങുന്നതനുസരിച്ച് കാണികളുടെ തലച്ചോറ് അവിടേക്ക് ഇങ്ങനെ നിൽക്കും. ഒരേ ഒരു ആക്ഷൻ തന്നെ നമ്മളിങ്ങനെ ഇളക്കുന്നത് തന്നെയാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ആളുകൾക്ക് പെട്ടെന്ന് മടുക്കും. അപ്പം ധാരാളം ക്ലിപ്സ് ഉൾപ്പെടുത്തുക, ഫുഡ് ഐറ്റംസ് കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അങ്ങനെയൊക്കെ ആകുമ്പോൾ ആൾക്കാരുടെ മനസ്സിനെ പിടിച്ചിരുത്തുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. ഇനി ഞാൻ കാണിച്ചു തരാം. ഒരു സിമ്പിൾ കാര്യങ്ങളാണ് ഞാൻ കാണിച്ചു തരുന്നത് കേട്ടോ. കുറച്ച് കാര്യമേ ഉള്ളൂ, നമുക്കൊക്കെ കോപ്പി ചെയ്യാൻ പറ്റുന്ന തരത്തിലുള്ള കുഞ്ഞു കാര്യം കാണിച്ചു തരാം. ചായ ഇടുന്നതിൻ്റെ ക്ലീനിങ്ങിൻ്റെ ഒരു ഷൂട്ടിങ് കാണിക്കുക. അതിൽ വെള്ളം വെക്കുന്നതും ഈ തീ കത്തിക്കുന്നതൊക്കെ പല ആംഗിളുകളിൽ നിന്നാണ് എടുത്തേക്കുന്നത്. പാലൊഴിക്കുന്നതും അതെ, തിളയ്ക്കുന്നതും ഒക്കെ ഞാൻ പല ആംഗിളിൽ നിന്ന് എടുത്തു. ക്ലോസപ്പിൽ എടുക്കേണ്ട കാര്യങ്ങൾ ക്ലോസപ്പിൽ എടുത്തു. നിങ്ങൾക്ക് തന്നെ മനസ്സിലാവുന്നുണ്ട് ഓരോ സെക്കൻഡിലും ഇവിടെ കാഴ്ചകൾ മിന്നി മറയുവാണ്. ഒരേ പൊസിഷനിലല്ല ക്യാമറ വെച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ചായ ഇടുന്ന നിത്യേന ചെയ്യുന്ന ജോലിയാണെങ്കിലും മടുപ്പില്ലാതെ കാണാൻ പറ്റി. ഇനി ക്ലീനിങ്ങിൻ്റെ നോക്കിയാലോ.
ആദ്യം തന്നെ ഫുൾ റൂമിൻ്റെ ഒരു വ്യൂ കിട്ടാൻ വേണ്ടി ദൂരെയാണ് ക്യാമറ വെച്ചത്. ഇനി ഓരോ ആക്ടിവിറ്റീസ് ചെയ്യുമ്പോഴും അതിൻ്റെ ക്ലോസപ്പ് ഓരോ ആംഗിളിൽ നിന്നാണ് ഞാൻ കൊടുത്തേക്കുന്നത്. ഇപ്പോൾ നമ്മൾ തൂക്കുന്നതൊക്കെ ആണെങ്കിലും ഒരേ പൊസിഷനിൽ നിന്ന് തൂക്കുന്ന കാണിച്ചു കഴിഞ്ഞാൽ ആളുകൾക്ക് മടുപ്പ് തോന്നും. അതുകൊണ്ട് നോക്കിക്കേ, ഞാൻ പല ആംഗിളിൽ കൊണ്ട് വെച്ചിട്ട് മുഴുവൻ തൂത്ത് തീരുന്നിടം വരെ ക്യാമറ വെക്കാതെ ഓരോരോ പോർഷൻ വേഗം വേഗം തീർത്തു. അതുപോലെ തന്നെ ഈ ഒരു കവർ ഞാൻ അതിലേക്ക് വിരിക്കുന്നതാണെങ്കിലും ഇതുകൊണ്ട് ഫിനിഷിംഗ് ആണ് കാണിക്കുന്നത്. അതവിടെ വെക്കുന്നത് ആദ്യമേ കാണിക്കുന്നു, പിന്നെ അതിൻ്റെ ഫിനിഷിംഗ് പോർഷനാണ് കാണിക്കുന്നത്. കണ്ടോ, ഇങ്ങനെ നമ്മൾ വെക്കുന്ന കാണിക്കുന്നു, പിന്നെ ഫിനിഷിങ് കാണിക്കുന്നു. അതുപോലെ കുഷ്യനൊക്കെ കൊണ്ട് സെറ്റ് ചെയ്യുന്നതാണെങ്കിലും നോക്കി വളരെ പെട്ടെന്നാണ് കാണിക്കുന്നത്, അപ്പോൾ മടുപ്പുണ്ടാവുകയില്ല. ഇത് കണ്ടോ? അപ്പോൾ നമ്മൾ ഇങ്ങനെയാണ് ഒരു ക്ലീനിങ്ങിൻ്റെ വീഡിയോ ആണ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ആളുകൾക്ക് ഇങ്ങനെ ഒരു സാറ്റിസ്ഫാക്ഷൻ തോന്നും, പ്രത്യേകിച്ച് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്ന റൂം പെട്ടെന്ന് ക്ലീൻ ആകുമ്പോൾ. ഇപ്പോൾ ഒരു 2 പ്രവൃത്തിയാണ് ഞാൻ ചെയ്തത്. ഫുൾ ഒരു ഡെയിലി വ്ലോഗ് അല്ല ചെയ്തത്. ചായ ഇടുന്നത് ക്ലീനിങ് മാത്രമാണ് ഞാൻ ഇത്ര നേരം ഷൂട്ട് ചെയ്തത്. അത് തന്നെ ഒരു 10-20 മിനിറ്റ് മേളിൽ എടുത്തിട്ടുണ്ട്. അത്രയും കാര്യങ്ങൾ ചെയ്തു വരാം. അപ്പം നമ്മൾ വളരെ ഡെഡിക്കേഷനോട് കൂടി ചെയ്യുന്നത്, ഒരുപാട് വീഡിയോ ചെയ്യണ്ട, ചെയ്യുന്നത് ആഴ്ചയിൽ ഒരു 3 വീഡിയോ ആണെങ്കിൽ നല്ല വൃത്തിയായിട്ട് തന്നെ ചെയ്യുക. ഇപ്പോൾ 2 ക്ലിപ്പ് തന്നെ എത്രയോ ആംഗിളുകളിൽ മാറ്റി മാറ്റി വെച്ച് കൊടുത്താൽ ചെയ്തത്. ഇനി ബാക്കിയെല്ലാം എഡിറ്റിങ്ങിലാണ് കിടക്കുന്നത്. നമുക്ക് കളറൊക്കെ കൂട്ടി കൊടുക്കാം, ഓരോ ക്ലിപ്സിന് നമുക്ക് പ്രത്യേക ഭംഗിയൊക്കെ കൂട്ടി കൊടുക്കാം. അപ്പോൾ ഞാൻ ഈ കുക്കിംഗ് വീഡിയോ എങ്ങനെ എഡിറ്റ് ചെയ്യുന്നതെന്നുള്ളത് പിന്നെ ഒരു ദിവസം നിങ്ങൾക്ക് കാണിച്ചു തരാം. നിങ്ങൾക്കിപ്പോൾ ഏകദേശം മനസ്സിലായല്ലോ നമ്മൾ വീഡിയോസ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന്. അതായത് ഒരു പാത്രം തന്നെ നമ്മൾ ഒരുപാട് നേരം കഴുകിക്കൊണ്ട് നിൽക്കുന്ന കാണാനായിട്ട് ആളുകൾക്ക് ഇഷ്ടമില്ല. പൊതുവേ ആളുകൾക്ക് ഇങ്ങനെ മടുപ്പായിട്ടായിരിക്കും അവർ ഫോൺ എടുക്കുന്നത്. അപ്പോൾ വീണ്ടും ഒരു മടുപ്പിക്കുന്ന ജോലി തന്നെ കണ്ടിന്യൂസ് ആയിട്ട് കാണിച്ചുകൊണ്ടിരിക്കാതെ നിങ്ങൾ പിന്നെ ഒരു മിനിറ്റിൽ കുറേ പാത്രങ്ങൾ കഴുകി മാറ്റുന്നതായിട്ട് നമുക്ക് എഡിറ്റിങ്ങിലൂടെ കാണിക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ കാണിക്കുക. തന്നെ കുറേ തുണികൾ കൂടി കിടന്നതിന് വേഗം മടക്കി വെക്കുന്നതായിട്ടൊക്കെ നമ്മൾ കാണിച്ചു കൊടുക്കുക. അപ്പോൾ ആളുകൾക്ക് നമ്മളെ ആ പെട്ടെന്ന് കുഴഞ്ഞു മറിഞ്ഞ് കിടക്കുന്നത് പെട്ടെന്ന് അടുക്കി വെച്ചത് കാണുമ്പോൾ ഒക്കെ സാറ്റിസ്ഫാക്ഷൻ വരും. കൂടുതലായിട്ട് നമ്മുടെ വീഡിയോസ് അവർക്ക് കാണാൻ തോന്നും. കാരണം അവരുടെ ശരീരത്ത് നമുക്കറിയാമല്ലോ, ചില കാഴ്ചകളിലൂടെ നമ്മുടെ ഹോർമോൺസ് ഒക്കെ നല്ല ഹോർമോൺസ് ഒക്കെ ആക്റ്റീവ് ആകും. അപ്പം അവർക്ക് നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യാൻ തോന്നുന്നു. ഇവരുടെ വീഡിയോ കാണുമ്പോൾ എന്തോ ഒരു വല്ലാത്ത ഫീൽ തോന്നുന്നു, ഭയങ്കര ഇഷ്ടം തോന്നുന്നു. എഡിറ്റിംഗ് അറിയാത്തവരാണോ നിങ്ങൾ? 299 രൂപയ്ക്ക് ഫുൾ എഡിറ്റിംഗ് ക്ലാസ്, അതുപോലെ അപ്ലോഡിങ്ങും യൂട്യൂബ് സ്റ്റുഡിയോ സെറ്റിംഗ്സും എല്ലാം ഒരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ സെൻഡ് ചെയ്ത് തരുന്നതാണ്. അതിനായിട്ട് താഴെ കാണുന്ന വാട്സപ്പ് ലിങ്കിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക. ഗ്രൂപ്പിലല്ല നമ്മൾ നേരിട്ട് തരുന്നത്, നിങ്ങൾക്ക് ഡയറക്റ്റായിട്ട് തന്നെ ഞാൻ സെൻഡ് ചെയ്ത് തരും. അതുപോലെ വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ, എനിക്ക് അറിയാവുന്ന കാര്യങ്ങളാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ 1 ടൈം പേയ്മെൻ്റ് ആണ് 299. താല്പര്യമുള്ളവർക്ക് താഴത്തെ ലിങ്കിൽ ക്ലിക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നിടം വരെ ബൈ.